നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാളിൽ കാർ പിറകോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം ഒതിനിക്കര റോഡിൽ താമസിക്കുന്ന മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രോ ബിൻത്ത് ജാബിറാണ് മരിച്ചത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ മടത്തിൽ വീട്ടിൽ ഷാഹിറിന്റെ മകൾ 5 വയസ്സുകാരി ആലിയയെ കോട്ടകൽ മിംസ് ആശുപത്രിയിലും സിത്താര, സുബൈദ എന്നിവരെ എടപ്പാൾ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആലിയയുടെ ആരോഗ്യനില നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 11:30 അപകടം. വീടിനു മുന്നിലുള്ള 10 അടിയോളം വീതിയുള്ള റോഡിലാണ് കാർ നിർത്തിയിരുന്നത്. ജാബിറിന്റെ ബന്ധുവായ യുവതിയാണ് കാർ ഓടിച്ചിരുന്നത്. പ്രായമായ ഉമ്മയെ കയറ്റാൻ കാർ പിറകിലേക്കെടുക്കുകയായിരുന്നു. ഇതിനിടെ നിയന്ത്രണം വിട്ട കാർ സമീപത്തു നിൽക്കുകയായിരുന്നവരെ ഇടിച്ചിട്ട് മതിലും തകർത്തു നീങ്ങി. ഇതോടെ അമ്രു അടക്കമുള്ളവർ കാറിനും മതിലിനും ഇടയിൽപ്പെടുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ഇതേ കാറിൽ എടപ്പാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്രുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ആലിയയെ ഉടൻ കോട്ടകലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് അമ്രുവിന്റെ പിതാവ് ജാബിർ നാട്ടിലെത്തിയിട്ടുണ്ട്. ജാബിർ സജന ദമ്പതിമാരുടെ ഏക മകളാണ് അമ്രോ ബിൻത്ത് ജാബിർ. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് ബന്ധുക്കളെല്ലാം വെള്ളിയാഴ്ച ഇവിടേക്കെത്തിയത്. സൽക്കാരമെല്ലാം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങവെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം എടപ്പാളങ്ങാടി ജുമാ മസ്ജിദിൽ കബറടക്കി. പട്ടാമ്പിയിൽ MDMA പിടികൂടിയ കേസിൽ ഉൾപ്പെട്ട ഒരാൾ കൂടി പോലീസ് പിടിയിൽ. പ്രഭാപുരം സ്വദേശി മുഹമ്മദ് ഫായിസിനെയാണ് ഗോവയിൽ നിന്നും പോലീസ് പിടികൂടിയത്. പട്ടാമ്പിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ MDMA പിടികൂടിയ കേസിലാണ് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 148.15 ഗ്രാം MDMAയുമായി ഫെബ്രുവരി മാസത്തിലാണ് പട്ടാമ്പി പോലീസ് 3 പേരെ പിടികൂടിയിരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് കേസിൽ ഉൾപ്പെട്ട കൊപ്പം പ്രഭാപുരം സ്വദേശി കാരക്കുന്നത്ത് വീട്ടിൽ 24 വയസ്സുകാരനായ മുഹമ്മദ് ഫയാസിനെ പട്ടാമ്പി പോലീസ് സംഘം ഗോവയിലെത്തി പിടികൂടിയത്. കേസിൽ ഉൾപ്പെട്ട 5ാമത്തെ പ്രതിയാണ് ഇതോടെ പോലീസിന്റെ പിടിയിലാകുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുതലിൽ നിന്നും 11.54 ഗ്രാം MDMAയുമായി മണ്ണേങ്കോട് സ്വദേശി അക്ബറിനെയാണ് പോലീസ് ആദ്യം പിടികൂടിയത്. ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം സ്വദേശികളായ ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരെ പട്ടാമ്പിയിലെത്തിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 148.15 ഗ്രാം MDMAയും കണ്ടെടുത്തിരുന്നു. ഇവർക്ക് ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് കൊണ്ടുവരാൻ സഹായം നൽകിയിരുന്ന വളാഞ്ചേരി വലിയകുന്ന് സ്വദേശി മുഹമ്മദ് ഫജാസിനെയും തുടർന്ന് പോലീസ് പിടികൂടി. ഇതിനു ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇവർക്കെല്ലാം മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന പ്രഭാപുരം സ്വദേശി മുഹമ്മദ് ഫയാസ് ആണെന്ന് വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇയാൾ ഗോവയിലാണെന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തുടർന്ന് പട്ടാമ്പി പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഗോവയിൽ എത്തി ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന, ഒരാൾ പിടിയിൽ. ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ കേസിൽ ഒരാളെ പട്ടാമ്പി എക്സൈസ് സംഘം പിടികൂടി. ഓങ്ങല്ലൂർ പോക്കുപടിയിൽ മുറുക്കാൻ കച്ചവടം നടത്തി വരികയായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി 24 വയസ്സുകാരനായ രഘുനന്ദനെയാണ് പട്ടാമ്പി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 1.5 കിലോ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കഞ്ചാവ് ഉൾപ്പെടെയുള്ളവ വിൽപ്പന നടത്തുന്നതായി നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടി എക്സൈസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 1.5 കിലോ ഉണക്ക കഞ്ചാവും നിരോധിത ലഹരി വസ്തുക്കളും ഇവിടെ നിന്നും പിടികൂടിയത്. ആഴ്ചകൾക്ക് മുമ്പും ഇയാളുടെ കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ H. വിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ്, അനൂപ് രാജ്, നന്ദു, വിജയ്, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഉമ രാജേശ്വരി എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. ചാലിശ്ശേരിയിൽ ലഹരിവിരുദ്ധ സന്ദേശ റാലി ലഹരി തുലയട്ടെ, കളിക്കളങ്ങൾ ഉണരട്ടെ ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലപ്പിടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഞായറാഴ്ച ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 ലഹരി തുലയട്ടെ, കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്ന് തുടങ്ങി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് സന്ദേശ റാലി മുക്കിലപ്പീടികയിൽ സമാപിക്കും. റാലിയുടെ വിവിധ പരിപാടികളിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി,
ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മുൻ MLA-മാർ, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. വിവിധ സെന്ററുകളിൽ സ്പോർട്സ് ഡാൻസ്, ഫുട്ബോൾ, വോളിബോൾ സ്കിൽ പെർഫോമൻസ്, പെനാൽറ്റി ഷൂട്ടൌട്ട്, കൂട്ടയോട്ടം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, സിഗ്നേച്ചർ ക്യാമ്പയിൻ, ഗോപിനാഥ് പാലഞ്ചേരി ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകം മരണമൊഴി എന്നിവയുടെ അവതരണവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ബാബു നാസർ, GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, സംഘാടക സമിതി കോർഡിനേറ്റർ നൌഷാദ് മുക്കൂട്ട എന്നിവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ കാരക്കുത്തിന്റെ യുവമനസ്സുകൾ ഒറ്റക്കെട്ടായി സംഘടിപ്പിച്ച കാസ്കോത്സവം 2025 ഉദ്ഘാടനം വെള്ളിയാങ്കല്ലിൽ നടന്നു. 5 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന കാസ്ക് ക്ലബിന്റെ ലഹരിക്കെതിരായിട്ടുള്ള പരിപാടി കാരക്കുത്ത് മുതൽ വെള്ളിയാങ്കല്ല് വരെയുള്ള മാരത്തണോടുകൂടി തുടക്കം കുറിച്ചു. 100-ലധികം പേർ മാരത്തണിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിനോദ് നിർവഹിച്ചു. മറ്റ് വിശിഷ്ട വ്യക്തികളും വാർഡ് മെമ്പർമാരും സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വോളിബോൾ, ക്യാരംസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, വടംവലി, ഷട്ടിൽ, ചെസ് മത്സരങ്ങളും നടത്തുന്നുണ്ട്. കൊപ്പത്ത് വിവിധ വിദ്യാലയങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സല്യൂട്ട് സ്വീകരിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ, വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സല്യൂട്ട് സ്വീകരിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ബീന, വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A സാബിറ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, കൊപ്പം SHO ഇൻചാർജ് KR അജിത് കുമാർ, വിവിധ വിദ്യാലയങ്ങളിലെ PTA പ്രസിഡന്റുമാർ, SMC ചെയർമാൻമാർ, സ്കൂൾ സ്ഥാപന മേധാവികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക KT ജലജ, പരുതൂർ സ്കൂൾ മാനേജർ CV രാമൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവും ധാരണയും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും നന്നായി കായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജില്ല കൂടിയായതുകൊണ്ട് കലാ, കായിക, ശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അധ്യാപകർക്ക് സാധിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ അതിന്റെ ഭാഗമായി കൂട്ടുചേരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പദ്ധതി നമ്മുടെ ജില്ലയ്ക്കകത്ത് വളരെ അധികം മാതൃകയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ ഒരുപാട് പേർ ഈ രംഗത്ത് തന്നെ നിലയുറപ്പിക്കാനുള്ള പരിശ്രമങ്ങളും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. പല കുഞ്ഞുങ്ങളും SPCയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ ഔദ്യോഗികമായി തങ്ങൾ എത്തേണ്ട മേഖല ഏത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിനും അതിന്റെ മാറ്റുകൂട്ടുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. വളർന്നു വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഈ തലമുറയിൽ ഏറ്റവും നല്ല ഉത്തരവാദിത്വത്തോടു കൂടി പുതിയ തലമുറയെയും ഇതേ രീതിയിൽ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. CPM വാടനാംകുറിശി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന P ഉണ്ണികൃഷ്ണന്റെ 4ാം അനുസ്മരണ യോഗം നടത്തി. വാടനാംകുറിശി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗേറ്റ് പരിസരത്ത് നടത്തിയ യോഗം CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. മൊയ്തീൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PP വിജയൻ, MR ജയശങ്കർ, K അശോകൻ, പ്രസന്ന എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.